ഹലോ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തേക്കാം. അപ്പോൾ അതിനുവേണ്ടി സെറ്റാഫിലിൻ്റെ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നോർമൽ ടു ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഫേസ് ഒട്ടും തന്നെ ഡ്രൈ ആക്കത്തില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓയിലിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതിന് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഡോട്ടാങ്കിയുടെ ഈ ഒരു ലിപ് ബാമാണ്. ഇത് സെറ്റാഫിലിൻ്റെ തന്നെ സെയിം നോർമൽ ടു ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതും ഈ പറഞ്ഞ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത്. അതിനുശേഷം നമുക്കൊരു കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ കൺസീലർ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരൊറ്റ കോമ്പാക്റ്റ് മാത്രമാണ്. ആൻഡ് ഇത് ലാക്മേയുടെ 9 to 5 കോമ്പാക്റ്റാണ്. അത്യാവശ്യം ഒരു കവറേജ് ഉള്ള ഒരു കോമ്പാക്റ്റാണ്. എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഹണി ഡ്യൂ ആണ്. അപ്പോൾ ഇതിടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റായിട്ട് നമ്മുടെ മുഖം ഫീൽ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് ഓക്സിഡൈസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. അതിന് ശേഷം നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഐഷാഡോ കൊടുക്കാം. ഇത് നൈക്കയുടെ ഒരു മിനി പാലറ്റാണ്. അപ്പോൾ അതിനകത്ത് ഒരു ബ്രൗൺ ഷെയ്ഡുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. ഇത് ഇൻസൈറ്റിൻ്റെ നമ്മുടെ 2-in-1 ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതാണ്. അതിൻ്റെ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. പിരികം ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വരച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല. എൻ്റെ മുഖത്ത് പിരികൊണ്ടോന്ന് പോലും അറിയത്തില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എഗെയിൻ ഈ ലാക്മേയുടെ അതിനകത്തൊരു ബ്ലാക്ക് ഷെയ്ഡുണ്ട്. ആ ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് ഞാൻ ജസ്റ്റ് ഈ ഒരു മിഡിൽ പോർഷൻ അവിടെ ആർച്ച് ഏരിയയൊക്കെ നന്നായിട്ടൊന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇത് എൻവൈബയുടെ ലൈനറാണ്. നമ്മൾ സെൻറ്ററിൽ നിന്ന് ചെറിയൊരു വിങ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഫുള്ള് ഞാൻ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയ വിങ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാജലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് സ്കാനറയുടെ കാജലാണ്. ഇതെല്ലാം അത്യാവശ്യം നല്ല അഫോർഡബിളാണ്, ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ലിപ് ലൈനർ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച ഒരു ബ്രാൻഡാണ്, എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഒരു മെറൂൺ കളറിലെ ഷെയ്ഡാണ്. കാരണം ഞാൻ ഇടാൻ പോകുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നമ്മുടെ നൈക്കയുടെ ജുംക എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാഷ് ഔട്ട് ആകുന്നതുകൊണ്ട് ഇത് ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കൂടുതൽ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ആക്സസറൈസ് ചെയ്യാം. എൻ്റെ കയ്യിൽ റാൻഡംലി ഇരുന്ന ഒരു വലിയ മാല വെച്ചിട്ടാണ് ഞാൻ ആക്സസറൈസ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.